ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേരും. പുറത്തു നിൽക്കുന്നവരെല്ലാം ഈ സദസ്സിലേക്ക് കടന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദഹു തങ്ങളുടെ 29ാമത്തെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ശൈഖുനാ ശംസുൽ ഉലമാ എന്ന നാമം കേരളീയ മുസ്ലിം ഉമ്മത്തിനും ഇന്ത്യക്കകത്തും പുറത്തും അത്രമേൽ പ്രസിദ്ധമായി അറിയപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അത്രമേൽ സുപരിചിതമായി അറിയപ്പെട്ട മഹൽ വ്യക്തിത്വമാണ് ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മദദ് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ വ്യക്തിയെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രബോധന രംഗത്ത് അവർ സമർപ്പിച്ചിട്ടുള്ള സംഭാവനകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ആ നിലക്ക് ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകളെ കുറിച്ച് കഴിഞ്ഞുപോയ ചരിത്രത്തിന്റെ ഏടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശൈഖുന വലിയൊരു വിസ്മയമായിരുന്നു, ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു, ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. എല്ലാ മേഖലകളിലും സാധാരണ മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത എല്ലാ മേഖലകളിലും നിഖില മേഖലകളിലും തൻ്റെ സുത്യർഹമായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞ മഹൽ വ്യക്തിത്വമായിരുന്നു. ഇത് കേവലം നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയോ ഒരു അധര വ്യായാമത്തിന് വേണ്ടിയോ പറയുന്ന വാക്കുകളല്ല. ലോകം ചിലരെ കുറിച്ച് അടയാളപ്പെടുത്താറുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ആ വ്യക്തിത്വം മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ഒളിമങ്ങാതെ നിലനിന്ന് പോകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ മലക്കുകളോടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും വിളിച്ചു പറയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അവരെ ഇഷ്ടപ്പെടണമെന്ന് മലക്കുകളോട് പറയുമെന്നും മലക്കുകൾ ഭൂമി ലോകത്തുള്ള മുഅ്മിനീങ്ങളോട് ആ വിവരം അറിയിക്കുകയും ആ പറയപ്പെട്ട വ്യക്തിക്ക് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായ സ്വീകാര്യതയും ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. അത്തരത്തിൽ സമൂഹത്തിന്റെ മനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ വലിയ പ്രാധാന്യം നേടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു തങ്ങളവറുകൾ. ജീവിതത്തിലുടനീളം എളിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലുടനീളം പകർത്തി തൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു എന്നതാണ് ശൈഖുനയെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്. യമനി പാരമ്പര്യത്തിലൂടെ വിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിൽ ഒരു വലിയ പ്രാധാന്യത്തോടുകൂടി ഒരു മഹാകണ്ണിയായി ചേർന്ന് തൻ്റെ വല്ലിപ്പന്മാര് കേരളത്തിലേക്ക് കടന്നു വന്നു. മഹത്തുക്കളായ സാദാത്യങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് ദീനിന്റെ യഥാർത്ഥ വഴിയെ ഇവിടേക്ക് കടന്നു വന്ന തൻ്റെ വല്ലിപ്പന്മാര് അവർ വിശുദ്ധരായിരുന്നു, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരായിരുന്നു. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ നവ്വറല്ലാഹു മർഖദഹു തങ്ങളവറുകളുടെ പുന്നാര മകനായി
വെള്ളിമാട് കുന്നിലെ ഈത്തച്ചങ്കണ്ടി പറമ്പിലെ ആ വീട്ടിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ജന്മം കൊണ്ടപ്പോൾ ഒരിക്കലും തന്നെ ഇങ്ങനെയൊരു വലിയൊരു പ്രതിഭയാണ് ഇവിടെ ഉയർന്നു വരാൻ പോകുന്നത് എന്ന് കോഴിക്കോട്ടുകാർ വരെ പ്രതീക്ഷിച്ചു കാണില്ല. ആ നിലക്ക് വലിയ ബുദ്ധിവൈഭവത്തിനുടമയായ വാചാലത കൊണ്ടും എഴുത്തുകൊണ്ടും പ്രസംഗം കൊണ്ടും കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഊഹിക്കാൻ സാധിക്കാത്ത തലത്തിലേക്ക് ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിതം അങ്ങനെ ഉയർന്നു വന്നിരുന്നു. തന്റെ ചെറുപ്രായത്തിൽ തന്നെ ഭൗതിക രംഗത്തെ ആ ഒരു ചുവടുവെപ്പ് കണ്ടപ്പോൾ വളരെ ബുദ്ധിമാനായ തന്റെ മകനെ ഈ രംഗത്തേക്കല്ല ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് ചിന്തിച്ച ബഹുമാനപ്പെട്ട പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ നമ്പർ അല്ലാഹു മർഖദഹു തങ്ങൾ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ അവർകളെ ദീനീ രംഗത്തേക്ക് വഴിതിരിച്ചു വിട്ടുവെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ശൈഖുന തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഏവരോടും പെരുമാറുമ്പോഴും തന്റെ ബുദ്ധിവൈഭവം അത്രമേൽ വലുതായിരുന്നു എന്ന് ദർസീകാലത്ത് ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈഖുനയെ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാർക്കെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ തന്റെ ചെറുപ്രായത്തിൽ തന്നെ വെല്ലൂർ ബാഖിയാത്തിലേക്ക് പോവുകയും അവിടെ സതീർത്ഥരായി പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ശൈഖുനയിൽ നിന്നുള്ള ഇൽമിന്റെ മുത്തുമണികൾ പെറുക്കിയെടുക്കാൻ വേണ്ടി ശൈഖുനയെ സമീപിച്ചുവെന്നും തന്റെ ബാഖിയാത്തിലെ പഠനം പൂർത്തിയായപ്പോൾ അവിടുത്തെ ഉസ്താദുമാരെ ബഹുമാനപ്പെട്ട ശൈഖുനയെ അവിടെ തന്നെ ഉസ്താദായി നിയമിക്കുകയും തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ 4 മദ്ഹബുകളിലും ഫത്വ കൊടുക്കാൻ സാധിക്കുന്ന ഒരു മുഫ്തിയായി വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹത്തായ സ്ഥാപനത്തിൽ ഒരു ഉസ്താദായി ബഹുമാനപ്പെട്ടവർ സേവനം ചെയ്തു എന്ന് പറയുമ്പോൾ ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു തങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതെല്ലാം വലിയൊരു സൂചനയാണ്. ശൈഖുനാ ശംസുൽ ഉലമ തന്റെ ആരോഗ്യത്തിന് ചെറിയൊരു പ്രയാസം നേരിട്ടപ്പോൾ വെല്ലൂർ ബാഖിയാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ഇവിടെ പലയിടങ്ങളിലും ദർസ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തിന് ഒരു താങ്ങായി ഒരു തണലായി അതല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള മുസ്ലിമീങ്ങൾ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ചുവടുവെപ്പുകൾ നടത്താൻ പ്രധാനപ്പെട്ട ഒരു കാരണം ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളവറുകളായിരുന്നു. നമുക്കറിയാം ചെറിയ പ്രായത്തിൽ തന്നെ ഈ രംഗത്തേക്ക് കടന്നു വന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഭാഷണ വേദിയിലെ തന്റെ ചാട്ടുകളി കൊണ്ട് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അതല്ലെങ്കിൽ തന്റെ വിരുദ്ധരായിട്ടുള്ള ആദർശ വിരോധികൾക്ക് മുമ്പിൽ വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ തുറന്നു കാട്ടാൻ വലിയ വൈഭവമുള്ള പ്രഭാഷണ ശൈലിയുണ്ടായിരുന്നു. അതോടൊപ്പം ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർ ഖാദിയാനികൾ തുടങ്ങിയിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിന്റെ അപ്പുറത്ത് പുറത്തു പോയിട്ടുള്ള ആളുകളോട് അതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉയർത്തിക്കാണിച്ച് വഴിതെറ്റിപ്പോകുന്ന ഒരു ജനതയെ നേരിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്നു എന്നത് ശൈഖുനയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ മേഖലയിലും വലിയ പാണ്ഡിത്യം തനിക്കുണ്ടായിട്ട് പോലും വളരെ എളിമയോടുകൂടി ജനങ്ങൾക്കിടയിൽ ജീവിച്ചു കാണിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളവറുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഉണ്ടായിട്ടും തന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങളെമ്പാടും കൊയ്തെടുക്കാൻ കഴിയുമെന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിലേക്കൊന്നും തന്റെ ചിന്തയെയോ തന്റെ പ്രവർത്തന രീതിയെയോ കൊണ്ടുപോകാതെ ഇൽമിന്റെ വഴികളിലൂടെ വഴി നടന്ന് 10,000-കണക്കിന് വരുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന മഹിതമായ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് ശൈഖുന നമുക്ക് മുമ്പേ നടന്നു പോകുമ്പോൾ ആരായിരുന്നു ശൈഖുന എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചെന്ന് വന്നിട്ടില്ലായിരുന്നില്ല, അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ലോക പണ്ഡിതന്മാർ, അറേബ്യൻ പണ്ഡിതന്മാർ, സയ്യിദ് അലവി മാലിക്കിയെ പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ ശൈഖുനാ ശംസുൽ ഉലമയെ തിരിച്ചറിഞ്ഞെന്ന് മാത്രമല്ല, നിങ്ങൾ കേവലം കേരളത്തിന്റെ പണ്ഡിതനല്ല, ഇന്ത്യയുടെ പണ്ഡിതനല്ല, നിങ്ങൾ അന്ത ആലിമുൽ ആലം, നിങ്ങൾ ലോകത്തിന്റെ പണ്ഡിതനാണെന്ന് പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടന പ്രഖ്യാപിച്ച പ്രഖ്യാപനമല്ല, മറിച്ച് ലോക പണ്ഡിതന്മാർ ശൈഖുനാ ശംസുൽ ഉലമയുടെ ആ ബുദ്ധിവൈഭവം കണ്ടിട്ട്
തന്റെ എതിരാളികളോട്, വിശുദ്ധ ഇസ്ലാമിന്റെ വിരോധികളോട് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ ഉസൂലുകൾ സഹിതം സമർത്ഥിക്കുന്ന ആ സമർത്ഥനം കണ്ടപ്പോൾ ലോക പണ്ഡിതന്മാര് പറഞ്ഞതാണ്, അൻത ആലിമുൽ ആലം, നിങ്ങൾ ലോകത്തിന്റെ പണ്ഡിതനാണ്. അവര് വെച്ച് നീട്ടിയിട്ടുള്ള പേരാണ് ശംസുൽ ഉലമായി, നിങ്ങൾ ഉലമാക്കളുടെ സൂര്യനാണെന്ന് അവര് വിളിച്ച പേരാണ്. ലോക പണ്ഡിതന്മാരാണ് ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവർക്ക് ആ ഒരു വലിയ നാമം നൽകിയിട്ടുള്ളത്. ഇന്ന് ശൈഖുനയുടെ പേര് ആ ഒരു പ്രഖ്യാപനം കൊണ്ട് EK അബൂബക്കർ എന്ന പേരിനപ്പുറത്തേക്ക് എല്ലാവരും ശൈഖുനയെ വിളിക്കുന്നത് ശംസുൽ ഉലമാ എന്ന നാമത്തിലാണ്. അത് ലോക പണ്ഡിതർ നൽകിയിട്ടുള്ള പേരാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ചരിത്രം ഒരാവർത്തി വായിക്കുമ്പോൾ ശൈഖുനാ ശംസുൽ ഉലമാ അങ്ങനെയൊക്കെയായിരുന്നു. ക്രിസ്തീയ മിഷണറി പ്രവർത്തകരോട് സുറിയാനി ഭാഷയിൽ അവർക്കെതിരെ വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ആ കാലത്ത് കേരളത്തിൽ മറ്റൊരു പണ്ഡിതനും ഉണ്ടായിരുന്നില്ല. ബൈബിൾ എടുത്ത് ക്രിസ്തീയ മിഷണറി പ്രവർത്തകർക്ക് മുമ്പിൽ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ അന്ന് ചോദിച്ച ചോദ്യങ്ങൾ വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ സമീപത്ത് വരെ എത്തിയെന്നും ആ ചോദ്യങ്ങൾക്ക് ഇന്നേ വരെ ഉത്തരം കണ്ടെത്താൻ ക്രിസ്തീയ മിഷണറി പ്രവർത്തകർക്കും മാർപ്പാപ്പകൾ പലതും കഴിഞ്ഞു പോയിട്ടും അവർക്കതിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ചരിത്രം ഒരു ആവർത്തി വായിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ എല്ലാ നിലക്കും വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ വിശുദ്ധ ഖുർആനിന്റെയും തിരുഹദീസിന്റെയും അധ്യാപനങ്ങളെ നമ്മളൊക്കെ മനസ്സിലാക്കിയതിനപ്പുറത്ത്, അതല്ലെങ്കിൽ നമ്മുടെ മതസ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മതവിദ്യാർത്ഥികൾ മനസ്സിലാക്കിയതിനപ്പുറത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഇങ്ങനെയാണെന്ന് ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു പറഞ്ഞു വെച്ചപ്പോൾ ഇതാരായിരുന്നു എന്ന് അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു എന്നതാണ് വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രഭാഷകനായി, ഒരു സംഘാടകനായി ആദർശവേദികളിലെ വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ആദർശ പോരാളിയായി എന്നതിനപ്പുറത്ത് മഹാരഥന്മാരായ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും അള്ളാഹുവിന്റെ ഔലിയാ കിറാമിന്റെയും അവരുടെ ഇസ്മത്തിനെ കുറിച്ച് വളരെ കൃത്യമായി സമൂഹത്തിന് പറഞ്ഞു കൊടുത്തത് ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകളായിരുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ശിഷ്യന്മാരിൽ നിന്ന് അവര് പറയുന്ന ചരിത്രങ്ങൾ വെച്ച് നമ്മളൊന്ന് പഠിക്കുമ്പോൾ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വിഷയങ്ങളും കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ അവിടെ ഊന്നൽ നൽകി പറയാറുള്ളത് അമ്പിയാക്കളുടെ ഇസ്മത്തിനെ കുറിച്ചായിരുന്നു. ഒരു നബിയും ഈ ലോകത്തേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു പ്രവാചകനായി നബിയായി നിയോഗിക്കപ്പെട്ട ഒരാളും തന്നെ ആ വ്യക്തിയുടെ പക്കൽ നിന്ന് ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ ഒരു കറാഹത്ത് പോലും സംഭവിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ വളരെ കൃത്യമായി സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളും ഉയർത്തിക്കാട്ടി വരച്ച് കാണിച്ചു കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിയായി നിയോഗിക്കപ്പെട്ട ആൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അംബിയാ മുർസലീങ്ങൾ, കഴിഞ്ഞു പോയിട്ടുള്ള അംബിയാ മുർസലീങ്ങൾ, അവരെ പക്കൽ നിന്ന് ഒരു പാപവും ചെറുതും വലുതുമായിട്ടുള്ള ഒരു പാപവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് യോജിക്കാത്ത, അവരുടെ സ്ഥാനത്തിനോട് യോജിക്കാത്ത ഒരു സ്വഭാവവും അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് തൻ്റെ ശിഷ്യന്മാരോട് സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ അടക്കമുള്ള ഹദീസുകൾ വായിച്ചുകൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവർ സമർത്ഥിച്ചിരുന്നു. മാത്രമല്ല, കടന്നു വന്നിട്ടുള്ള അമ്പിയാക്കളെ കുറിച്ചും ഔലിയാക്കളെ കുറിച്ചും വളരെ കൃത്യമായി ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാ കിറാം, അവരുടെ പ്രത്യേകത എന്താണെന്നും ഔലിയാക്കളോട് ആത്മീയപരമായി ബന്ധം സ്ഥാപിച്ച ഒരുപാട് ചരിത്രങ്ങൾ ശൈഖുനയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ജീവിച്ചിരിക്കുന്നതും അല്ലാത്തതുമായ ഔലിയാ കിറാമിനെ കുറിച്ച് കൃത്യമായി ശൈഖുന പറഞ്ഞു തന്നല്ലോ മുഅ്മിനീങ്ങളോട്. ശൈഖുനയുടെ രചനകൾ പലതും ഔലിയാക്കളെ കുറിച്ചായിരുന്നു. അജ്മീർ ഹാജ തങ്ങളെ കുറിച്ച് മൗലിദ് രചിച്ചിരുന്ന ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ. നമ്മുടെ ശൈഖിന്റെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു തആല തങ്ങളെ കുറിച്ച് മൗലിദ് രചിച്ചിരുന്നു.
സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ കുറിച്ച് മൗലിദ് രചിച്ചിരുന്ന ശൈഖുന ബഹുമാനപ്പെട്ട മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളെ കുറിച്ച് അവിടുത്തെ തവസ്സുൽ രചിച്ചിരുന്ന ശൈഖുന. ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ ഔലിയാ കിറാമുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, ആരാണ് വലിയെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പുറംപോക്കിലേക്ക് പുറംതള്ളിയിരുന്ന പല മഖാമുകളും ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ സിയാറത്ത് ചെയ്തുകൊണ്ട് ഇതൊരു മഹാനായ വ്യക്തിത്വമാണെന്ന് അടയാളപ്പെടുത്തിയ കാരണത്താൽ ഇന്നും അവിടെ സിയാറത്ത് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ആത്മീയമായിട്ടുള്ള ആധ്യാത്മിക രംഗത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പ്രഭാഷണങ്ങളും സംഘടനാ പ്രവർത്തകനും സംഘാടകനുമായി കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ശൈഖുനാ ശംസുൽ ഉലമാ സമൂഹത്തിൽ നിന്ന് തൻ്റെ വിലായത്തിനെ മറച്ചു വെച്ചു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ള ഈ മഹിതമായ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരത്ത് 40 വർഷക്കാലം ശൈഖുനാ ശംസുൽ ഉലമാ ഇരുന്ന കാലഘട്ടം അത് കേവലം എഴുതി തള്ളേണ്ട ഒരു കാലഘട്ടമായിരുന്നില്ല. പ്രക്ഷുബ്ധമായ പല പ്രശ്നങ്ങളും സമൂഹത്തിന് പിടിച്ചു കുലുക്കാവുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും നേരിട്ടപ്പോൾ ഒരിക്കലും തന്നെ പതറാതെ സമൂഹത്തിന് നേരിന്റെ വഴിയിലൂടെ വഴി നടത്തിക്കൊണ്ട് അതിനെല്ലാം കൃത്യമായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ കൃത്യമായി മറുപടി നൽകിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ പോലെയല്ല അന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഖാദിയാനികൾ രംഗപ്രവേശനം ചെയ്തു തന്നായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനികൾ മുസ്ലിം കുടുംബങ്ങളെ നിരന്തരമായി മിഷണറി പ്രവർത്തനം നടത്തി ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുപോയിരുന്ന കാലഘട്ടം അധികമുണ്ടായിരുന്നത് അന്നായിരുന്നു. ഖാദിയാനികൾ വലിയൊരു ചോദ്യചിഹ്നമായി സമൂഹത്തിന് മുമ്പിൽ വന്നപ്പോൾ അന്ന് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന പല മത പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടും വളരെ കൃത്യമായി ഖാദിയാനികൾ നമ്മുടെ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണെന്ന്, ഖാദിയാനികൾ കാഫിറാണെന്ന് വളരെ ഒരു സംശയത്തിനും വകവെക്കാതെ പ്രഖ്യാപിച്ചത് ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകളായിരുന്നു. നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ബഹുമാനപ്പെട്ട ഓളവൺ ഉസ്താദ്, ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫസി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീനി രംഗത്ത് ഇനിയും ഒരുപാട് കാലം സമൂഹത്തിനെ നയിക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന. അതുകൊണ്ട് ശൈഖുനയുടെ 29ാം ഉറൂസിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇത് മഹാനായൊരു വ്യക്തിത്വമാണ്. ഈ മഹാന്റെ മഹത്വങ്ങൾ പറഞ്ഞാലും തീർക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുനയുമായി അടുത്തു ജീവിച്ചിരുന്ന, സന്തത സഹചാരികളായി ജീവിച്ചിരുന്ന ഒരുപാട് ഉസ്താദുമാരെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ, ശൈഖുനയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ പങ്കുവെക്കാറുണ്ട്. ഇപ്പം ഈ മസാർ ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങുന്ന ഈ പുതിയങ്ങാടി മക്കാം ഏത് പാതിരാത്രിയിൽ വന്നാലും ഇവിടെ സജീവമായി സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ രംഗത്തും മറ്റു സാമൂഹിക നമ്മുടെ കുടുംബരംഗത്തുമെല്ലാമുള്ള പ്രശ്നങ്ങൾക്ക് വളരെ കൃത്യമായ പരിഹാരം ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് എന്ന് അനുഭവസ്ഥർ നമ്മളുമായി പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരാളാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളി അങ്ങനെ മാറ്റാനുള്ള വ്യക്തിത്വമല്ല ശൈഖുന എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശൈഖുനയെ സ്നേഹിക്കുവാനും ഓരോ ദിവസവും ബഹുമാനപ്പെട്ട ശൈഖുനയുടെ പേരിൽ ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ഓതാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ മുഹിബ്ബീങ്ങളിൽ നമ്മയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തട്ടെ. അവിടത്തോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഈ സദസ്സിന്, മഹനീയമായ സദസ്സിന് സ്വാഗതം അരുളുക എന്നതാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മർഹൂം കോഴിക്കോട് കാളിയായിരുന്ന മർഹൂം ഇമ്പിച്ചുകോയ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ ശിഹാബുദ്ദീൻ തങ്ങൾ അവർകളാണ്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവം ഈ സദസ്സിൽ, ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന, ഷെയ്ഖുനയുടെ ഒരു നിഴലായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ഒളവണ്ണ ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ വേദികളിലെ നിറസാന്നിധ്യം, തൻ്റെ വാക്കുകൾ കൊണ്ട് ചാട്ടോളി തീർക്കുന്ന ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ടവരെയും ഈ ഒരു മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നത് എവർക്കും സുപരിചിതനായ പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യം ബഹുമാനപ്പെട്ട നൗഷാദ് വാഖബി അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ അദ്ദേഹത്തിനും സ്വാഗതമരുളുകയാണ്. അതേപോലെ നമ്മുടെ വേദിയെ ധന്യമാക്കിയിട്ടുള്ള മഹത്തുക്കളെ എല്ലാവരെയും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷൻ്റെ അനുമതി പ്രകാരം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.